കാസർഗോഡ് മടിക്കയിൽ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നീലേശ്വരം തട്ടാച്ചേരി സ്വദേശി വിജയനാണ് മരിച്ചത്. ഭാര്യയും 2 മക്കളും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ചികിത്സയിലാണിപ്പോൾ. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്നും ടെലിഫോണിൽ ചേരുന്നു. അരുൺ, പറയൂ, എന്താണ് ശരിക്കും ഈ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും മറ്റ് കാരണങ്ങളുണ്ടോ? ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ്, ഇന്ന് പുലർച്ചെ 12 മണിക്കും 2 മണിക്കും ഇടയിലാണ് ഈ സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. വിജയനെ സമീപത്തെ പറമ്പിൽ അക്കേഷ്യ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിജയന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും വയറുവേദനയെ തുടർന്ന് അവർ നിലവിളിച്ച സമയത്ത് നാട്ടുകാർ, അടുത്ത ബന്ധുക്കളൊക്കെ ഓടിക്കൂടി പരിശോധിച്ചപ്പോഴാണ് വിജയനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വിജയൻ ഭക്ഷണത്തിൽ വിഷം മക്കൾക്കും ഭാര്യയ്ക്കും വിഷം നൽകിയതിനു ശേഷം അടുത്ത പറമ്പിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ നിലവിൽ ഭാര്യ മടിക്കൈ പൂത്തക്കാലിൽ ലക്ഷ്മി, മക്കളായ നയന, വിശാൽ എന്നിവർ മംഗലാപുരം KS ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നൊരു വിവരം, പ്രാഥമികമായ വിവരം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തെന്ന ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് ടെലിഫോണിൽ ചേർന്നത്. ഒരു ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ മടിക്കയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത. ഭാര്യയ്ക്കും 2 മക്കൾക്കും അദ്ദേഹം വിഷം നൽകിയതിന് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ ആദ്യ സംശയം.